നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട്ടിലാട്ടോ, ഒരു യാത്രയിലാട്ടോ ഉള്ളത്. അതാ ആ കാണുന്ന മലക്ക് മുകളിലാണ് ഇനി നമുക്ക് കയറാനുള്ളത്. ശ്രദ്ധിച്ച് കേറിക്കോട്ടോ. അതാ അതേപോലെ വൈക്കി മുകുന്നാണ് ഓൻ പറഞ്ഞത്. ചെക്കന്മാരേതായാലും പറ്റി പിടിച്ചാണ്ട് കേറുന്നുണ്ട്. ഏകദേശം 480 കിലോമീറ്റർ നമുക്ക് ഓടാൻ കിട്ടും. അപ്പൊ ചങ്ങന്മാരെ നമ്മളിന്ന് പോണത് ഏർവാടിയിലേക്കാണ്. ഞാനൊറ്റക്കല്ല, ഫാമിലി ഉണ്ട്, വൈഫ് ഉണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ഫിലു ഉണ്ട്, ഇതൊക്കെ ഇപ്പിമ്മിയുണ്ട്, പിന്നെ എളാമിയുണ്ട് കേട്ടോ. അങ്ങനെ ഏർവാടി എത്തിയപ്പോഴാണ് നമ്മൾ നൂർ അജ്മീർ ഉസ്താദ്, വലീദീൻ ഫൈസിയും കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചങ്ങന്മാരെ രാവിലെ തന്നെ നമ്മൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. റിസ്മാനൊക്കെ ഉണർത്തി, ഹൈസ്മോൻ ഇതാ റെഡി ആവാൻ വേണ്ടി നിൽക്കാണ്. റിസോ അതിന്റെ സെൽഫി കോലൊക്കെ ടൂർ പോവാ ഏതായാലും നോക്ക്. അങ്ങനത്തെ കുട്ടികൾക്കും നമ്മളത്തേക്ക് ഒരുപാട് ലഗേജ് ഉണ്ട്. കാരണം ഈ നാട്ടിലത്തെ 2 ദിവസം കഴിയും. ഏതായാലും ഇന്ന റിസോ ബാഗ് കണ്ടാട്ടെ വണ്ടിക്കൊക്കെ. അങ്ങനെ ബാഗുകളൊക്കെ വണ്ടിക്ക് വെച്ചതാ എല്ലാരും വണ്ടി കയറാൻ ഇറങ്ങിക്കണ്ടാ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏകദേശം 6 മണി 6:30 ആയിക്കണേ. അപ്പൊ ഫിലിം ഉമ്മാക്ക് ടാറ്റ കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. ആദ്യം തന്നെ കാടപ്പിക്കുന്നത് നമ്മൾ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടാണ് പോണത്. പാലക്കാട് എത്തുന്നതിന് മുന്നേ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടപ്പോ അവിടെ വണ്ടി സൈഡാക്കി നേരെ ഹോട്ടലിലാണ് കയറിട്ടോ. ചായ അടിക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. വെള്ളപ്പം പൊറാട്ട കണ്ടേനി അതാണ്ട് ഓർഡർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര കണ്ട് ആരംഭിച്ചു. ഏകദേശം നമ്മൾ പാലക്കാട് എത്തിക്കണ്ടോ. അങ്ങനെ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് റിസ്മാൻ പറഞ്ഞ് ഇപ്പച്ചി അതൊരു ഫാൻ കറങ്ങണെന്ന്. അപ്പൊ നോക്കിയപ്പോ എന്താ കാറ്റാടിയാണ്. ഇവിടെ മുഴുവൻ കാറ്റാടി കേട്ടോ. നിങ്ങൾ കണ്ടില്ല? എന്നാ അങ്ങോട്ട് നോക്കി അവിടെ ഇങ്ങനെ കറങ്ങണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലത്? ഒരുപാട് കാരണം 1 2 ഒന്നല്ല, ഒരുപാടുണ്ട്. അപ്പൊ ഇവിടെ കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയാട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. റിസ്മോനൊക്കെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണോക്കിയാണ്. തമിഴ്നാട്ടിലെ ചായനെ പറ്റി നിങ്ങളോട് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോഫിയും ചായയൊക്കെ അടിപൊളിയാണല്ലോ. ഏതായാലും ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ടേനി, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സൈഡാക്കി കോഫിയൊക്കെ കുടിച്ചതാ. ഇനി ഇവിടുന്ന് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോകട്ടോ. അങ്ങനെ കുറച്ച് മുന്നേ വന്നപ്പോ നമ്മൾ നൊങ്ക് കണ്ടിട്ടോ. കുട്ടിയൊക്കെ ഒന്ന് തിന്നണമെന്ന് അങ്ങനെയാണ് വാങ്ങി. ഐസുമാനൊക്കെ ഇതാ നൊങ്കിന് വേണ്ടി കാത്തിക്കാണ്. ഇതാ അപ്പൊ റെഡി ആയിട്ട് ഐസുമാ അത് അടുത്തുകൊണ്ട് കണ്ടിട്ട് ഐസുമാനെ പൈസ കൊടുത്ത് തന്നാ കൊടുക്ക്. നൊങ്ക് കിട്ടില്ലേ നോക്കട്ടെ, എവിടെ നൊങ്ക് കാണിച്ചാ. അങ്ങനെ നൊങ്കൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇതാ ഒരു 100 കിലോമീറ്റർ കൊണ്ട് ഓടിയാരതാ ഒരു ഹോട്ടൽ കണ്ടിട്ടോ. നല്ല വിശപ്പുണ്ട്. എല്ലാരും ഹോട്ടലിലേക്ക് കയറി നമ്മളെ നാടൻ ചോറൊക്കെ കണ്ടിട്ടോ. അതും പൊന്നേരിയില്. വില കുറച്ച് കൂടാനെന്താ, നല്ല അടിപൊളി ഫുഡ് കിട്ടിയല്ലോ. നമ്മളെ മധുര ഏരിയയൊക്കെ കണ്ട് വരുമ്പോഴേ ഇങ്ങനത്തെ ചോറൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലില് അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ടോൾ ബൂത്തിലെത്തിയുണ്ടോ. അപ്പൊ അവിടെ നമ്മൾ കൊടുത്തത് 240 ഉറുപ്പിക കേട്ടോ. റിട്ടേൺ ഇല്ല, 1 സൈഡ് ഉള്ളൂ. അപ്പൊ നമ്മൾ മലകളും കുന്നുകളൊക്കെ താണ്ടി ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര. അപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാനും വേണ്ടി പേരക്ക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ കണ്ടപ്പോ ഒന്ന് വണ്ടി സൈഡാക്കിട്ടോ. നമ്മളെ ഉപ്പയും ഫിലും കൂടിയാണ് ഇത് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയത്. അങ്ങനെ അത് വാങ്ങി വീണ്ടും നമ്മളെ യാത്ര മുന്നോട്ടാണ്. ഈ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര അത് വേറെ വൈബനല്ലേ. കുന്നും മലകളൊക്കെ താണ്ടിക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എടുക്കണ 2ാമത്തെ ടോൾ ബൂത്ത്. ഇവിടെയും കൊടുത്തിട്ട് നമ്മൾ കായി കൊടുക്കാതെ നമ്മൾ വിടൂലല്ലോ. അപ്പോഴാണ് നമ്മളെ വണ്ടിക്ക് ദാഹിച്ചത്. കുറച്ച് എണ്ണ അടിച്ചു. മധുര കഴിഞ്ഞപ്പോഴാണ് എന്ത് നമ്മൾ പള്ളി കണ്ടത് കേട്ടോ. കുറെ നേരം നമ്മൾ തപ്പെടുക്കണം. ഏതായാലും കണ്ടു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുറത്തന്നെ കുട്ടികൾ എന്ത് കണ്ട്, പാനിപൂരി കണ്ട്. അത് വേണം. ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുള്ളൂ. വണ്ടി കയറി തിന്നപ്പോ ഭയങ്കര ടേസ്റ്റ്. പിന്നെയും കുട്ടികൾക്ക് മാറുന്നത്. അങ്ങനെ കുറച്ച് മുന്നേ പോയപ്പോ വേറെ സ്ഥലത്ത് നമ്മൾ നിർത്തിട്ടോ. അത് നമ്മളെ 1 2 ഐറ്റംസ് ആണ് പറഞ്ഞിട്ടോ. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഫീൽ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വണ്ടിക്ക് കൊണ്ടുകൊടുത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാ റിസ്മാനൊക്കെ വണ്ടി ഒന്ന് എടുക്കണ്ടി ഞങ്ങള്. അത് കഴിച്ച് കുറച്ച് മുന്നേക്ക് വന്നപ്പോ വീണ്ടും ടോൾ ബൂത്ത് ഇട്ടോ. അതാ ടോൾ ബൂത്ത് 3-4 എണ്ണം. ചിലവർക്ക് 150 160 ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ സമയം 6:30 മണിയായിട്ടുണ്ട്. ഒരു ചായക്കാരൻ നമ്മൾ വീണ്ടും നിർത്തിട്ടോ. ഇവിടെ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ്. യാത്ര വീണ്ടും തുടങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോ ഒരു പള്ളി കണ്ട് അവിടെ കയറി നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് യാത്ര വീണ്ടും ആരംഭിച്ചു. കൂരിട്ടില്ലേ, വാഹനങ്ങളൊക്കെ കുറവാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് ഏർവാടി എന്നുള്ള ബോർഡും കണ്ട്. ഇത് പകലെടുത്ത വീഡിയോ കേട്ടോ. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കണം. അങ്ങനെ ഏതായാലും നമ്മൾ ഏർവാടി മക്കാമിൽ എത്തിയിട്ടുണ്ട്. ഇതാ ആ കാണുന്നതാണ് ഏർവാടി മക്കാമിന്റെ മെയിൻ ഗേറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി നേരെ പള്ളിക്കലാട്ടോ ആദ്യം കയറിയത്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മളെ നൂർ അജ്മീർ ഉസ്താദിനെ കണ്ട്. ആരെ? വലീദീൻ ഫൈസിനെ. ഉസ്താദും കുട്ടികളും ഇവിടെ സിയാറത്തിന് വന്നാണ്. അങ്ങനെ ഓരപ്പം നിന്നാണ്ട് നമ്മൾ ഓരോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് നേരെ പുറത്തേക്ക് വന്ന്. പുറത്തുനിന്ന് പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിന് വേണ്ടി പുറത്തേക്ക് പോയതാണ്. റൂം നമുക്ക് വേഗം കിട്ടിയിട്ടുണ്ട്. ഇത് മക്കാമിന്റെ തൊട്ടടുത്ത് തന്നെ റൂം കിട്ടിയിട്ടുണ്ട്. കാറേ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ നല്ല അടിപൊളി സ്പേസ് തന്നെ കിട്ടി. അങ്ങോട്ട് പാർക്ക് ചെയ്താൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി റൂമൊക്കെ കണ്ടു. നല്ല ക്ഷീണുണ്ട്. രാവിലെ തുടങ്ങിയാണല്ലോ യാത്ര. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്. ഇനി പോയി കിടന്നുറങ്ങട്ടെ, ബാക്കി നാളെ കാണാം. അങ്ങനെ നമ്മളെ രാവിലെ തന്നെ നീച്ചാണ്ട് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി. എന്താ വ്യൂ അല്ലേ. ഇവിടെ മൊത്തം ബിൽഡിങ്ങുകളാണ്. അതിന്റെ അടിയിലാണ് നമ്മുടെ റൂം ഉള്ളത്. അപ്പൊ മക്കാമിന്റെ തൊട്ടടുത്ത് തന്നെ ഇനി നമുക്ക് റൂം കിട്ടിയതോ. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് പുറത്തേക്ക് പോകാൻ. കാരണം ഒരുപാട് മക്കാമുകൾ ഇനി പോകാനുണ്ട് സിയാറത്ത് ചെയ്യാൻ. അപ്പൊ എല്ലാവരും ഫ്രഷ് ആയി കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ ചായ കുടിക്കണം. മക്കാമിന്റെ തൊട്ട് മുൻപിലുള്ള ഹോട്ടലിൽ തന്നെ കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കണ്ട് കയറിയാണ്ട് ഒരു 8 ചായ അങ്ങോട്ട് പറഞ്ഞു. അത് മാത്രല്ല അതിക്ക് കടിയും പറഞ്ഞു കിട്ടാ. അത് തിന്ന് കഴിഞ്ഞ് റോഡുമൊക്കെ ഇറങ്ങിയതാ. വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് റിസ് പറഞ്ഞത് വരണ്ട ഇപ്പച്ചിയെ ബസ് അത് പോയിക്കോട്ടെ. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ബസ് അങ്ങനെ പോകണ്ട. അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും കാട്ടുപള്ളിലേക്ക്. അവിടെ ഒരുപാട് മക്കാമുകളുണ്ട്. അവിടേക്ക് പോവാണ് നമ്മൾ. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി നിർത്തി നമ്മൾ നടന്നു പോവാണ്. എല്ലാ മക്കാമുകളിലും കയറിയാണ് നമ്മൾ സിയാറത്ത് ചെയ്ത് ഇനി ഇവിടുന്ന് തിരിക്കാട്ടോ. ഇനി പോകാനുള്ളത് നമുക്ക് കീഴക്കരയുള്ള ജിന്നുപള്ളിക്കൽ. ഏർവാടിയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്
ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പള്ളി തന്നെ കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടത്തെ ചരിത്രങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ മതി കേട്ടോ. ഹൈസ്ബോനൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. നോക്കിക്കണോക്കെ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ സിയാർത്ത് കഴിഞ്ഞ് നേരെ ഏർവാടിക്ക് തന്നെ പോയി. സമയം ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ടാവും. രാവിലത്തെ ചായ കുടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇവിടെ തന്നെ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ വീണ്ടും റൂമിൽ പോയി കുട്ടികളൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. നല്ല വെയിലിന്. അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങാം കേട്ടോ. ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മണി. ഉച്ചക്കത്തെ ഫുഡിനുള്ള സമയമായിക്കണ്. അപ്പൊ നമ്മളിതാ മക്കാമിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഹോട്ടലുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മള് ഇപ്പാനെ കാത്തിക്കാണ്. ഇപ്പേ വാതിൽ പൂട്ടാൻ വേണ്ടി കാത്തിക്കാണ്. നല്ല വെയിലാട്ടോ. ഹൈസുമാന്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ എല്ലാവരും ഇതാ നടന്നുകൊണ്ട് വരുന്നതാണ്. ഞങ്ങള് സാധാരണ നിന്ന ഹോട്ടലിക്കല്ലോ കേട്ടോ. വേറെ ഹോട്ടലിലേക്ക് പോകും. മക്കാമിന്റെ മുന്നിൽ തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട്. സാധാ ചോറിന് വരുന്നത് 70 റുപ്യ കേട്ടോ. ആഹാ കാട പൊരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പിമ്മ എളാമയ്ക്ക് സാധാ ചോറോട്ടാ കഴിച്ചത്. നമ്മള് പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല അടിപൊളി ബിരിയാണി. ഏത് കാട ബിരിയാണിയാണ് പറഞ്ഞത്. എന്താ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ടോയ്സിന്റെ കടന്റെ മുന്നിൽ കാട്ടോ കുട്ടികൾ ഇറങ്ങിയത്. ഇതാ വീസിനാണ്ട് ഞങ്ങൾ നല്ല ചൂടാണ് ഇവിടെ. റിസ്മോനാണെങ്കിൽ ടോയ്സ് കടയിലും നമ്മൾ പറഞ്ഞത് പിന്നെ വാങ്ങാം, നമുക്ക് പോകുമ്പോ വാങ്ങാം. അങ്ങനെ ഓനും പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. ഹൈസ്മോന് ചായ വാങ്ങാൻ ഇതാ ഒരുപാട് കടികളുണ്ട് കേട്ടോ. നട്ടുച്ചക്കാണ്. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് കഞ്ഞിപ്പള്ളി മക്കാമുക്കാട്ടോ. അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് നമ്മളെ ഏർവാടി മക്കാമെന്ന്. അങ്ങനെ അവിടെ കയറി നമ്മള് സിയാർത്ത് കഴിഞ്ഞ് അപ്പൊ അവിടെ നമ്മള് അയ്യൂബ് സക്കാഫി ഉസ്താദിനെ കണ്ടിട്ടോ. ഈ മക്കാമ നോക്കിയെടുത്തത് നമ്മളെ നാട്ടിലെ ഉസ്താദ്മാരാട്ടോ. ഇവിടുന്ന് ഇറങ്ങിയാണ്ട് നമ്മൾ നേരെ പോയത് അരക്കാസ്മ മക്കാമുക്കാട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 4 കൊല്ലം മുൻപ് പോയെന്നൊന്നും ഇവിടേക്ക് വണ്ടി എത്തൂലായിരുന്നു. ഇപ്പൊ അതിലെ മക്കാമിന്റെ തൊട്ടടുത്ത് തന്നെ വണ്ടി എത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ സിയാർത്ത് കഴിഞ്ഞതാ തിരിച്ച് പോവാണ്. എന്താ റിസ്മോനും ഹൈസ്മോനൊക്കെ നടന്നു വരുന്നൊക്കെയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചുള്ളതുകൊണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ മണലാണ്. ഇനി നേരെ നമ്മൾ പോണത് ബീച്ചിക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ബീച്ച് പോണം എന്ന് പറഞ്ഞ് ചാടി കളിക്കാണ്. അപ്പൊ നമ്മൾ നേരെ പോണത് ബീച്ചിൽ കാട്ടോ. ഏർവാടി മക്കാമിന്റെ തൊട്ട് മുന്നിലുള്ള റോഡിനാണ് പോയാൽ ബീച്ചിലെത്തും. ഒരു 1/2 കിലോമീറ്ററാണ് പോയാൽ മതി. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാ ബീച്ച് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. നമ്മൾ റിസ്മോനൊക്കെ ഇതാ ഭയങ്കര കളി കേട്ടോ ഇവിടെ. ഫിലിമോനും റിസ്മോനൊക്കെ ഭയങ്കര സന്തോഷമായിക്കുന്നു. ഓല അങ്ങോട്ട് കളിക്കട്ടെ. 1, 2 അല്ല ഒരുപാട് ആൾക്കാർ ഇതാ ബീച്ചിലുണ്ട്. കുട്ടികളെ കളി കണ്ട് ഇപ്പി ഇമ്മി എളാമിക്ക് അങ്ങനെ നോക്കിക്കട്ടെ കടൽക്ക്. കുട്ടികളാണെങ്കിലോ ബീച്ച് ആദ്യമായിട്ട് കാണാൻ മാതിരി എന്താ കളി. ഓലൊരു ആവേശേ. ഹൈസ്മാനൊക്കെ നല്ലധികം സന്തോഷമായിരിക്കണം. അവന്റെ കളിയൊക്കെ ആണെങ്കിൽ എന്താ മണലായതുകൊണ്ട് നടക്കാൻ ഷൂ കിട്ടെടുത്തു. ചെക്കൻ അടിപൊളിയായിട്ട് കാക്കാര് കളിച്ചിട്ടുണ്ട്. അവനക്ക് ആവേശം കൊടുക്കി. അവിടെയൊക്കെയാണ് കളിച്ചണ്. എന്താ ഉസ്സാറ് ഉസ്സാറ്. റിസ്മോനെ വാ പോവാ. നേരത്തെ ഇരുട്ടേക്കണ്. ബാങ്ക് കൊടുക്കാനായി. വാ പോവാ കയറി കയറി. അങ്ങനെ നമ്മള് ബീച്ചിൽ നിന്ന് പോവാണ്. താടിക്ക പാറാണ്. നല്ല കാറ്റാട്ടോ. കാറ്റിക്ക് ഒരു രക്ഷയില്ല. അപ്പളേ പണ്ടുള്ളവർ പറഞ്ഞാൽ നേരെ മോന്തിയേക്കുന്നു. നമ്മള് പോവാ ബീച്ചിൽ നിന്ന്. ഈ കുട്ടികൾ പറഞ്ഞേക്കില്ലല്ലോ. ഹൈ എന്തൊരാവശ്യം. വരി 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 പോവാ പോവാ. എന്താണ് പ്രശ്നം? എന്താണ് മുട്ടിൽ മണ്ണായിക്കണോ? അത് സാറില്ല. അത് പോവും. വാ പോവാ പോവാ. നേരെ മോന്തേക്കണ്. എല്ലാവരും ഇതാ പോണ്. ജനല്ലേ നനച്ചത് ഞാനാ. അങ്ങനെ നമ്മളവിടുന്ന് തിരിച്ച്. കാരണം നേരം കുറെ ആയിക്കണല്ലോ. അപ്പൊ അതാ വണ്ടി കയറി നേരെ റൂമിക്ക് പോവാണ്. അങ്ങനെ നമ്മളെ മക്കാമിലൊക്കെ പോയി സിയാർത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇതാ ഫുഡിന് വേണ്ടി കാത്തിരിക്കാട്ടോ. ഇവിടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട്. ഓല് ഉണ്ടാക്കണൊക്കെയാണ് ഏതാലേ. അല്ലെങ്കിലും തമിഴ്നാട്ടിലെ ഫ്രൈഡ് റൈസിന് വേറെ ടേസ്റ്റ് തന്നെ. വല്ലാത്ത ജാതി. ഓലൊക്കെ റൂമിൽ റെസ്റ്റ് എടുക്കാണ്. നമുക്ക് ഇത് പാർസൽ കൊണ്ടുപോകാം. അതിന് വേണ്ടി കാത്തിരിക്കാണ് നമ്മള്. ഫുഡൊക്കെ കഴിച്ച് ഇതാ നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിട്ടോ. അതാ കുട്ടികളൊക്കെ ആയിട്ടേ. വേറെ കൊടുക്കില്ല. മക്കാമിന്റെ മുന്നിലൂടെ തന്നെ നമ്മളൊന്ന് റൗണ്ട് ഇട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് ഇവിടെ. ആര്യപ്പിന്റെ ഒരുപാട് മരങ്ങൾ കണ്ട്. വേറെ മരങ്ങളൊന്നുമില്ല. ആര്യപ്പന്നെ മൊത്തം ഇവിടെ കേട്ടോ. കറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇതാ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാ. പോകുമ്പോഴാണ് സർവത്തിന്റെ കട ഉണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ സർവത്തുമാണ്. നാണ്ട് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു നമ്മള്. ഹൈസൊക്കെ വള്ളറച്ച് കുടിച്ചു കേട്ടോ. പിന്നെ റൂം പോയി നമ്മളാണ്ട് കിടന്നു തുടങ്ങി. നേരം വെളുത്തതാ ഇനി നാട്ടിൽ തിരിക്കണല്ലോ. അപ്പൊ എല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റൂമൊക്കെ പൂട്ടിയതാ ചാവി കൈമാറണം. അപ്പൊ നമ്മള് 2 റൂം എടുത്തിന്. ഒരു ദിവസം വൈകുന്നേരം എടുത്ത് കാണ്ട് നമ്മള് പിറ്റേ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാവിലെയാണ് ചാവി കൊടുത്തത്. അതിന് വാടക 2 റൂമിന് 1100 ആയിട്ട് നമ്മൾ കൊടുത്തത്. ഇതിലും കുറഞ്ഞ റൂമുണ്ട് കൂടിയ റൂമുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി നാട്ടിക്ക് തിരിക്കട്ടോ. അങ്ങനെ ഏർവാടിന്ന് ഇനി നമ്മൾ പോണത് സിക്കന്ദർ മലയൊക്കെട്ടോ. ഏകദേശം 135 കിലോമീറ്റർ ഉണ്ട് ഏർവാടിന്ന് സിക്കന്ദർ മലയൊക്കെ. നമ്മള് നാട്ടിക്ക് പോണ വഴിയിലാണ് കേട്ടോ. ഇത് നമ്മളെ മധുരന്റെ അടുത്ത് തന്നെയാണ്. പോകുന്ന വഴിക്ക് അടിപൊളി കേട്ടോ. അപ്പൊ നമ്മളെ നാട്ടിൽ നോക്കി അങ്ങനത്തെ സ്ഥലങ്ങൾ കാണും. അങ്ങോട്ട് നോക്കിയാണ് ഈ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിലെ ഇതൊക്കെ കിടക്കണം. ടോൾ ബൂത്ത് ഇങ്ങോട്ട് വരുമ്പോഴേ ടോൾ ബൂത്ത് തന്നെ കായ് കുറച്ച് മാറ്റിയൊക്കെ അതാക്കാണ്. ആ കാണതാണ് സിക്കന്ദർ മല. അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെയാണ് കേരള. സിക്കന്ദർ മലയുടെ വിശേഷങ്ങൾ പാർട്ട് 2 കാണട്ടോ. എന്നായിക്കോട്ടെ.